ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ? എന്നാൽ വായോ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അതിനായിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് എൻ്റെ കയ്യിലുള്ള മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സവോള, ചെറിയ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട്. അതെല്ലാം വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. മസാലപ്പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്തതിന്. കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കും മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ 4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അരി ഒരു അരമണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് സിമ്മിലിട്ടൊന്ന് പറ്റിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാം. ഇതിന് കറിയുടെ ആവശ്യമേ ഇല്ല. ഇതിനൊരു സാലഡും പപ്പടമോ അതൊരു അച്ചാറെങ്കിൽ മതി. ബീഫോ ചിക്കനോ ഒന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുമേ. അതിലും വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.